ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നതിനായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അനുദിനവും കർത്താവിൻ്റെ വലിയ വിശ്വസ്തതയും നന്മയും നമുക്ക് നൽകിത്തന്ന് ജയത്തോടെ നടത്തുന്ന കർത്താവിൻ്റെ ആർദ്ര കരുണയ്ക്കും സ്നേഹത്തിനും ദയയ്ക്കും എല്ലാറ്റിനായിട്ടും ദൈവത്തെ വാഴ്ത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായിരിക്കുന്ന വന്ദനം പറയുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ ദിവസത്തേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആദരവുകളും നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ടതിന് ഈ വർഷാവസാന ദിവസങ്ങൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഉറ്റിരിപ്പാൻ ദൈവം നമ്മളിൽ പലർക്കും തന്നിരിക്കുന്ന അസുലഭമായിരിക്കുന്ന ദിവസങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഏകാഗ്രചിത്തരായി സന്നിധിബോധത്തോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആയിരിക്കാൻ നമുക്കൊരുക്കുന്ന എല്ലാ നിമിഷങ്ങൾക്കായിട്ടും ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ ആത്മീക ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1-2 ദിവസമായിട്ട് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശുക്രിസ്തു യെരുശലേമിനോട് സമീപിക്കുമ്പോൾ അവരോട് പറഞ്ഞൊരു വാക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ധ്യാനം തുടരുന്നത്. നിൻ്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ എന്നുള്ള ദൈവത്തിൻ്റെ ഒരു വ്യസന വാക്കോടുകൂടെ ആയിരിക്കുന്ന ചിന്ത യെരുശലേമിലെ യഹൂദന്മാരോട് കർത്താവ് സംസാരിക്കുന്നതായിട്ടാണ് ആ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ പ്രാർത്ഥനയിൽ ദൈവം ചിലരെ സന്ദർശിക്കും. ഈ സന്ദർശനകാലം പാഴാക്കാതിരിപ്പാൻ കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കുക. ഏറെ പ്രാർത്ഥിക്കുക, വചനം മുറുകെ പിടിക്കുക, ദൈവത്തോട് എൻ്റെ കുടുംബത്തെയും സന്ദർശിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് അഭയാചന കഴിക്കുക. ദൈവം നമുക്ക് സന്ദർശനങ്ങൾ അയച്ച് വിടുതൽ തരുവാൻ വിശ്വസ്തനാകയാൽ വാക്യം വായിച്ചുകൊണ്ട് ബാക്കിയുള്ള വിശദീകരണങ്ങൾ തരാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. 42-ാം വാക്യം 19-ാം അധ്യായത്തിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഒരിക്കൽ കൂടി ആ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച വാക്യം ഞാൻ വായിക്കുന്നു. ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. കണ്ണിന് മറഞ്ഞിരിക്കുന്ന സമാധാനത്തിൻ്റെ മാർഗങ്ങൾ. സമാധാനത്തിന് ഒരുപാട് മാർഗമുണ്ട്. ദൈവം വെച്ചിരിക്കുന്ന മാർഗം, അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് കണ്ണിന് മറഞ്ഞിരിക്കുക. മനുഷ്യൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുക സമാധാനത്തിനുള്ള മാർഗം. എന്നാൽ വ്യസനത്തിനുള്ള മാർഗം എന്ന് പറയുന്ന വേദപുസ്തകത്തിനകത്ത് വേറൊന്നുണ്ട് കേട്ടോ. അതിങ്ങനെ നമ്മളെ നശിപ്പിക്കാൻ, നമ്മളെ തകർക്കാൻ, നമ്മുടെ തലമുറകളെ വഴിതെറ്റിക്കാൻ, നമ്മളെ കുഴി ചാടിക്കാൻ, നമ്മളെ നരകത്തിൽ കൊണ്ടുപോയി എത്തിക്കാനുള്ള മാർഗങ്ങളെല്ലാം ഇങ്ങനെ കെട്ടിത്തൂക്കി നമ്മുടെ കണ്ണിന് മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടിരിക്കുക. പ്രദർശിപ്പിച്ചിട്ടിരിക്കുക. ഈ പിള്ളേരൊക്കെ ഉപയോഗിക്കുന്ന പല ഈ മയക്കുമരുന്നിൻ്റെയും ഇതിൻ്റെയൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ തമ്പാക്കോ, ശംഭു എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. ഇപ്പം ഇച്ചിരി ഗവൺമെൻറ് ഈ അടുത്തിടയ്ക്ക് ഇത്തിരി സ്ട്രിക്റ്റ് ആക്കിയെന്ന് തോന്നുന്നത്. അതിനു മുമ്പ് എല്ലാ കൊച്ചു കൊച്ചു കടകളുടെ മുമ്പിൽ പോലും നല്ല വർണ്ണക്കടലാസി പൊതിഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന, നല്ല പളവളാന്ന് മിന്നുന്ന സ്വർണ്ണ കളറുള്ള മൾട്ടി കളറിൽ പ്രിൻ്റ് ചെയ്ത നല്ല കടലാസ് കൂടിനകത്ത് ഇങ്ങനെ മാല പോലെ കണ്ണിന് മുമ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതിൽ നിന്നാണ് തുടക്കം. എങ്ങോട്ടുള്ള തുടക്കം? നാശത്തിലേക്കുള്ള തുടക്കം, നശിപ്പിക്കാനുള്ള തുടക്കം. നിങ്ങൾ നോക്കിയേ, നല്ല 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ, അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെയൊക്കെ മിക്കവാറൊക്കെ ഈ ബാർ ഹോട്ടലിനകത്തൊക്കെ ബിയറും റമ്മും എല്ലാം നല്ല മനോഹരമായ കുപ്പിക്കകത്ത്. അത് കുടിച്ചിട്ട് തോട്ടിൽ ആളുകൾ കളയുന്ന കുപ്പി പോലും ആൾക്കാരും പിള്ളേരും പെറുക്കിക്കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കും. അത്രയ്ക്ക് മനോഹരമായിരിക്കുന്ന കുപ്പിക്കകത്ത് കണ്ണിന് ഇമ്പമാകുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചിരിക്കുക. എന്തുവാ? നാശത്തിലേക്കുള്ള, വ്യസനത്തിലേക്കുള്ള, തകരാനുള്ള, പൊട്ടാനുള്ള, പൊളിയാനുള്ള മാർഗം കണ്ണിന് മുമ്പിൽ വെച്ച് പ്രദർശിപ്പിച്ചിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ജഡത്തെ സുഖിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാനുള്ളതെല്ലാം ശത്രുവായ പിശാച് കണ്ണിൻ്റെ മുമ്പിൽ നിരത്തി വെച്ചിരിക്കുക. എന്നാൽ സമാധാനത്തിനുള്ളത്, സൂക്ഷിച്ച് കേട്ടോളം കേട്ടോ, സമാധാനത്തിനുള്ളത്, സ്തോത്രം, അത് ഒന്ന് പ്രദർശിപ്പിക്കാൻ, അതൊന്ന് പരസ്യമായിട്ട് പറയാൻ പോലും, അതൊന്ന് സ്തോത്രം, അതൊന്ന് എന്താ പറയുക, ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും അനുവാദമില്ലാത്ത രാഷ്ട്രങ്ങൾ ഈ ലോകത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അതിശയോക്തിയാണോ? സ്തോത്രം. ദൈവത്തിൻ്റെ വചനം സമാധാനത്തിനുള്ളതാണ്. ഇപ്പോൾ ഈ യെരുശലേം നിവാസികളോട്
യെരൂശലേമിനെ നോക്കി കർത്താവ് പറഞ്ഞത്, നിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു നിൻ്റെ സമാധാനത്തിനുള്ളത് എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, കർത്താവിനെ തന്നെയാണ്. കാരണം കർത്താവ് യെരൂശലേമിൻ്റെ ആ വിരിമാറിലൂടെ, ആ പച്ച മണ്ണിലൂടെ എത്രയോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എത്ര പ്രാവശ്യം യെരൂശലേം ദേവാലയത്തിൽ ചെന്നു, എത്ര പ്രാവശ്യം അത്ഭുതങ്ങൾ നടത്തി. കബർന്നഹൂമിനെ നോക്കിയിട്ടല്ലേ സ്തോത്രം യേശുക്രിസ്തു പറഞ്ഞത്, നിന്നിൽ നടന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും അങ്ങ് സോറിലോ സീദോനിലായിരുന്നെങ്കിൽ ഇപ്പോൾ ആളുകൾ രട്ടെടുത്ത് മാനസാന്തരപ്പെട്ടനെ. ഇപ്പം അതിൻ്റെ അർത്ഥം എന്താ? അത്രയും കാര്യങ്ങൾ യേശു മശിഹായാണെന്ന് തെളിയിക്കാൻ, യേശു അവർ കാത്തിരുന്ന രക്ഷകനാണെന്ന് തെളിയിക്കാൻ അത്രയും കാര്യങ്ങൾ യേശു അവിടെ ചെയ്തിട്ടും യേശു എന്ന സമാധാനത്തിനുള്ള മാർഗത്തെ അവരുടെ കണ്ണിന് മറച്ചു വെച്ചു. അവരറിഞ്ഞില്ല. പൗലോസ് അത് എഴുതിയത് ഇങ്ങനെയാണ്, സ്തോത്രം, ഈ ക്രിസ്തുവിനെ അവരറിഞ്ഞിരുന്നെങ്കിൽ ക്രൂശിക്കില്ലായിരുന്നു. കൊരിന്ത്യലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കണ്ണിന് മറച്ചു വെച്ചു. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് മറച്ചു വെച്ചിരിക്കുക, മറകെട്ടിയിരിക്കുക. ഒരു ക്രിസ്മസ് വരുന്നു, ഒരു നക്ഷത്രത്തിലും ഒരു ക്രിസ്മസ് ട്രീക്കകത്തും കർത്താവിനെയും കർത്താവിൻ്റെ ജനത്തെയും ഒക്കെ ഒതുക്കുകയാണ്. വാസ്തവത്തിൽ ക്രൂശിതനെ സ്തോത്രം കാണാൻ, വേണ്ടും വണ്ണം കാണാൻ, സമാധാനത്തിനുള്ള മാർഗത്തെ വേണ്ടും വണ്ണം ഹൃദയത്തിലേക്ക് സ്വീകരിപ്പാൻ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട്, കണ്ണിൽ മറയിട്ട്, ഇങ്ങനെ വർണ്ണക്കടലാസിനകത്തും ഇങ്ങനെ ഒരാഴ്ചത്തെ ആഘോഷത്തിനകത്തും, തെറ്റിദ്ധരിക്കരുത്, പിണങ്ങരുത്, ഒരു കേക്കിനകത്തും ഒരു നക്ഷത്രത്തിനകത്തെല്ലാം കർത്താവിനെ ഒതുക്കിയിട്ട് സമാധാനത്തിനുള്ളത് മറച്ചു വെക്കുന്ന ദുഷ്ടലോകത്ത് ജീവിക്കുന്ന നമ്മളോട് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ പറയുക, യെരൂശലേമിലെ യഹൂദന്മാർക്ക് പറ്റിയത് മലയാളികളായ എൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് പറ്റരുത്. യേശുവെന്ന സമാധാന മാർഗത്തെ കണ്ണിന് മറക്കരുത്. കർത്താവിനേക്കാൾ വലുതായി ആരെയും കാണരുത്. എൻ്റെ കണ്ണിന് മറകെട്ടരുത്, കണ്ണിന് മറഞ്ഞിരിക്കരുത്, മറയാൻ അനുവദിക്കരുത്. യേശുവാണ് വാസ്തവത്തിൽ ഇവിടെ കർത്താവ് പറഞ്ഞത്. സമാധാനത്തിനുള്ള സ്വർണ്ണ ബിസ്ക്കറ്റ് എങ്ങാണ്ടും കൊണ്ട് കുടിച്ചിട്ടുണ്ടെന്നല്ല, സമാധാനത്തിനുള്ള കറൻസികൾ എവിടെയോ പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതല്ല. പിന്നെ എന്താ പറഞ്ഞത്? യേശുവാണ് നിക്ഷേപം, യേശുവാണ് എല്ലാം. ലോകത്തിലെ ഏത് മൂല്യമേറിയ നിക്ഷേപത്തെക്കാൾ സ്തോത്ര ശ്രേഷ്ഠനാണ് യേശു. ആ യേശുവിനെ കണ്ടവർ, ആ മറ കീറിയവർ, ആ മറയ്ക്ക് സ്തോത്ര കീറലുണ്ടായി അതിനകത്തുനിന്ന് പുറത്തു വന്ന് യേശുവിനെ കണ്ടവർ, യേശുവിനെ കാണേണ്ടവണ്ണം കണ്ടവർ, അവർ സമാധാനത്തിലേക്ക് പ്രവേശിക്കും. രക്തസ്രാവക്കാരി സ്ത്രീയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? മർക്കോസ് 5-ാം അധ്യായത്തിൽ യേശു എന്താ പറഞ്ഞത്? അവൾ കർത്താവിൻ്റെ അടുക്ക് വന്ന് വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ. എന്നെ തൊട്ടതാര് എന്ന് യേശു ചോദിച്ചു. ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങെന്തായി പറയുന്നത്? എത്രയോ പേര് തിക്കിത്തള്ളി നടക്കുന്നു. ഇല്ലില്ല, എന്നെ തൊട്ടു. അങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീയെ കണ്ടെത്തി. അവളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, നിൻ്റെ ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക, സമാധാനത്തോടെ പോകുക. സ്തോത്രം. യേശുവോടെ പറഞ്ഞു, ഗോ ഇൻ ടു ദ പീസ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, സമാധാനത്തിലേക്ക് പോകുക. സ്തോത്ര, ഹല്ലേലൂയ. അപ്പോൾ നോക്കിയേ, യേശുവിനെ പുരുഷാരം തിക്കിത്തിരക്കി നടക്കുമ്പോൾ കർത്താവിനെ എന്താ പറയുക, ഒരു സെലിബ്രിറ്റി ആയിട്ട് പലരും, യഹൂദന്മാരിൽ പലരും, പരീശന്മാരിൽ പലരും അവരുടെ പേരിനും പ്രസക്തിക്കും വേണ്ടി സ്തോത്രം കണ്ടപ്പോൾ, നമ്മുടെ ഇന്നത്തെ രീതിയിലാണെങ്കിൽ കൂടെ നിന്നൊരു സെൽഫി എടുക്കാനും ഒന്ന് കൂടെ നിൽക്കാനൊക്കെ മാത്രം യേശുവിനെ കണ്ടപ്പോൾ, ഞാൻ ഇച്ചിരി തെളിച്ച് പറയുക, ആ വാക്ക് തെറ്റിദ്ധരിക്കരുത്, കർത്താവിനെ പലരും ഒരു സെലിബ്രിറ്റി ആയിട്ട് കണ്ടപ്പോൾ, ഒരു സ്ത്രീ ആവശ്യക്കാരിയായി കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനല്ല, സ്തോത്രം, ആ കൈ ഒന്ന് വെച്ച് ചുമ്മാ ഫോർമാലിറ്റിക്ക് ഒന്ന് അനുഗ്രഹിച്ചെന്ന് പറയാനല്ല, പിന്നെ എന്തിനാണെന്നറിയാമോ? യേശു എന്നെ തൊട്ടു, യേശു എന്നെ കണ്ടു എന്ന് പറയാനല്ല, യേശുവിനെ അടുത്തറിഞ്ഞു. കർത്താവിനെ മറകെട്ടി പലരുടെ മുമ്പിൽ മറച്ചപ്പോൾ പാവപ്പെട്ടൊരു സ്ത്രീ, രക്തം വാർന്നൊലിച്ച് മരണത്തിലേക്ക് പോകുന്നൊരു സ്ത്രീ യേശു ആരാന്നറിഞ്ഞു, യേശുവിനെ കണ്ടു. കർത്താവിൻ്റെ മുമ്പിൽ അവിടെ മറകീറി. യേശുവിനെ അറിയേണ്ടവണ്ണം അറിഞ്ഞവൾ സൗഖ്യമായിട്ടുണ്ട്, അറിയേണ്ടവണ്ണം അറിഞ്ഞവർ സമാധാനം പ്രാപിച്ചിട്ടുണ്ട്. അവർ പോയത് രോഗത്തിലേക്കല്ല, ആ സ്ത്രീ പോയത് മെഡിക്കൽ കോളേജിലേക്കല്ല, ആ സ്ത്രീ പോയത് ലോകത്തിന് പ്രസിദ്ധമായിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രിയിലേക്കല്ല. അവളോട് യേശു പറഞ്ഞു, വേഗം ആംബുലൻസ് വിളിച്ച് ആസ്പത്രി പൊക്കൊന്നല്ല, വേഗം മെഡിക്കൽ കോളേജിലേക്ക് പൊക്കൊന്നല്ല, ഗോ ഇൻ ടു ദ പീസ്, സമാധാനത്തിലേക്ക് പൊക്കോ, സമാധാനത്തിലേക്ക് പൊക്കോ. യേശുവിനെ കണ്ടവർ, കേക്ക്, യേശുവിനെ കണ്ടവർ, അവർ പോകുന്നത് കോടതിയിലേക്കല്ല, അവർ പോകുന്നത് കുടുംബ കോടതിയിലേക്കല്ല, അവർ പോകുന്നത് ആസ്പത്രിയിലേക്കല്ല, അവർ
പോകുന്നത് മനുഷ്യൻ്റെ അടുക്കലേക്കല്ല, അവർ പോകുന്നത് സമാധാനത്തിലേക്കാണ്. ആ ഭാഗം നിങ്ങൾ ഇംഗ്ലീഷിൽ വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു നോക്ക്. മർക്കോസ് 5-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, നീ സൗഖ്യമായിരിക്കുന്നു, നീ രക്ഷപ്പെട്ടിരിക്കുന്നു, നിന്റെ വിശ്വാസം നിനക്ക് ഫലിച്ചിരിക്കുന്നു. അനേകരുടെ വിശ്വാസം ഫലിക്കാതെ പോയപ്പോൾ, അനേകർ പുറകെ നടന്നിട്ട് ഫലിക്കാതെ പോയപ്പോൾ, കാണേണ്ടവണ്ണം അറിയേണ്ടവണ്ണം അറിഞ്ഞവൾക്ക് ആ വിശ്വാസം ഫലിച്ചു. അവനോട് പറഞ്ഞു, ഇനി നീ ആയുർവേദാസ്പത്രിയിലേക്കല്ല, ഇനി നീ അലോപ്പതി മരുന്ന് കൊടുക്കുന്നവൻ്റെ അടുക്കലേക്കല്ല, ഇനി നീ യൂനാനി ചികിത്സയ്ക്കല്ല, ഒറ്റമൂലിക്കാരൻ്റെ അടുക്കലേക്കല്ല, മന്ത്രവാദിയുടെയും ആഭിചാരകൻ്റെ അടുക്കലേക്കല്ല, എന്തിനേറെ പറയുന്നു പ്രവാചകന്റെയും പ്രാർത്ഥനക്കാരൻ്റെയും അടുക്കലേക്കല്ല, ഇനി നീ സമാധാനത്തിലേക്ക് പൊക്കോളാൻ പറയാൻ യേശു പറയാൻ കാരണം എന്താ? അവൾ യേശുവിനെ കാണേണ്ടവണ്ണം കണ്ടു. ആളുകൾ തിക്കിത്തിരക്കി കൂടെ നിൽക്കുമ്പോൾ മറകീറി കണ്ടവർ, കണ്ണിന് മറകെട്ടി പലരുടെയും സ്തോത്രം, അല്ലെങ്കിൽ പ്രവാചകനാന്ന് പലർക്കും തോന്നി, സമൂഹത്തിലെ മാന്യനാന്ന് പലർക്കും തോന്നി. 33 വയസ്സിലെ ചോരത്തിളപ്പുള്ള യഹൂദൻ്റെ രക്തത്തിൽ പിറന്ന കോമള രൂപിയാന്ന് തോന്നി, കണ്ടാൽ കൊള്ളാവുന്നൊരു യൗവനക്കാരനാന്ന് തോന്നി. സ്തോത്രം, മറ്റു പലർക്കും പലതും തോന്നി. എന്നാൽ ഇവക്ക് തോന്നിയത് ദൈവപുത്രനാണ്, ഇവൻ സൗഖ്യദായകനാണ്, ഇവൻ വീണ്ടും വരുന്നവനാണ്. ക്രൂശി കിടക്കുന്ന കള്ളനെ നോക്ക്. സ്തോത്രം, ഇടത്തും വലത്തും 2 പേർ കിടക്കുന്നു, നടുക്ക് കർത്താവ് കിടക്കുന്നു. അതിനൊരുത്തൻ കണ്ടു, ഇവൻ ദൈവപുത്രനാണ്. അവസാന നിമിഷങ്ങളിലാണെങ്കിലും യേശു ആരാന്നറിയാൻ കണ്ണിൻ്റെ മറകീറിയ ആ ക്രൂശിൽ കിടക്കുന്ന കള്ളൻ വിളിച്ചു പറഞ്ഞു, സ്തോത്രം, നീ രാജാവാണ്, നീ രാജാവായി മടങ്ങി വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. അവൻ അന്ന് പറുദീസയിൽ കയറി. കണ്ണിൻ്റെ മറകീറിയവൻ സമാധാനത്തിലേക്കാ, കഷ്ടങ്ങളിൽ നിന്ന്, ക്രൂശിൽ നിന്ന്. ഹല്ലേലൂയ, അവൻ പോയത് പറുദീസയിലേക്കാ. എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ക്രൂശിൽ നിന്ന് റോമൻ കോടതി ചെയ്ത കുറ്റത്തിന് ശിക്ഷിച്ചു. സ്തോത്രം, നീചനെ പോലെ ക്രൂശിച്ചു. ന്യായമായി ശിക്ഷാവിധി അവർക്ക് വന്നു. സ്തോത്രം, ആ കള്ളന്മാർക്ക്. അതിൽ ഒരുത്തൻ പാതാളത്തിലേക്കും നരകത്തിലേക്കും യാതനയിലേക്കും പോയപ്പോൾ യേശു ആരാന്നറിഞ്ഞവൻ സമാധാനത്തിൻ്റെ പറുദീസയിലേക്ക് അന്ന് തന്നെ പോയി എന്നല്ലേ കർത്താവ് പറഞ്ഞത്? ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, രക്തസ്രാവക്കാരി സ്ത്രീ സമാധാനത്തിലേക്ക് പോയി. ക്രൂശിൽ കിടന്ന യേശു അവൻ ആരെന്നറിഞ്ഞ് മറകീറി കണ്ണിന് മുമ്പിൽ യേശുവിനെ വ്യക്തമായി ബോധ്യപ്പെട്ടവൻ അവൻ പോയത് പറുദീസയിലേക്കല്ലേ? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളെ ചിലരെ വില ചൂണ്ടിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ എങ്ങോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്? ഈ വചനം കേട്ട്, ഈ ആലോചന കേട്ട്, ഈ ഉപവാസ പ്രാർത്ഥനയെ പങ്കെടുത്ത് ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ മാർമിക രഹസ്യങ്ങളെ പരിശുദ്ധാത്മാവ് രാവിലെ തോറും നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് നിങ്ങളുടെ കാതുകളിൽ കേൾപ്പിച്ചിട്ട്, ഇനി നീ വേദനയിലേക്കാണോ, ഇനി നീ ശാപത്തിലേക്കാണോ, ഇനി നീ അസമാധാനത്തിലേക്കാണോ, ഇനി നീ നരക തുല്യമായ ജീവിതത്തിലേക്കാണോ, ഇനി നീ അബദ്ധത്തിലേക്കാണോ, അപകടത്തിലേക്കാണോ, ആശുപത്രിയിലേക്കാണോ, എങ്ങോട്ടാ പോകാൻ പ്ലാൻ ചെയ്യുന്നത്? അരുത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന കർത്തൃദാസൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നേരെ വട്ടം കയറി നിന്ന് തടഞ്ഞുകൊണ്ട് പറയുന്നു, സമാധാനത്തിലേക്ക് പോ, സമാധാനത്തിലേക്ക് പോ. അതിന് ഷാജി പാസ്റ്റർ അറിഞ്ഞാൽ പോരാ, എന്നേക്കാൾ വലിയൊരു ആളെ അറിഞ്ഞാൽ പോരാ, പൗലോസിനെയോ പത്രോസിനെയോ അറിഞ്ഞാൽ പോരാ, പച്ചനെയും കത്രികയും പോലെ പ്രവചിക്കുന്ന പ്രവാചകനെ അറിഞ്ഞാൽ പോരാ. യേശുവിനെ, നിന്റെ സമാധാനത്തിനുള്ളത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു എന്ന് യഹൂദനോട് പറഞ്ഞത് വേറൊന്നുമല്ല, യേശുവിനെ അവർക്ക് മറച്ചു വെച്ചു. ആ മറ കീറിയപ്പോൾ ആർക്കൊക്കെ കീറി കിട്ടിയോ, ആ മറ ആരുടെയൊക്കെ കൺമുമ്പിൽ നിന്ന് മാറി കിട്ടിയോ, സ്തോത്രം, ഹല്ലേലൂയ, അവരെല്ലാം സമാധാനത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ യേശുവിൻ്റെ സമാധാനം കൈനീട്ടി വാങ്ങിക്കാൻ പറ്റിയത് ആർക്കാണെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. 4 ദൈവദാസന്മാരെ പരിചയപ്പെട്ടവർക്കല്ല, 4 പ്രവചന കൂടാരങ്ങളെയും ധ്യാന കേന്ദ്രങ്ങളെയും പരിചയപ്പെട്ടവർക്കല്ല, പിന്നെയോ യേശുവിനെ അടുത്തറിഞ്ഞവർക്ക്. അവരുടെ മുമ്പിൽ നിന്ന് ആ മതിൽക്കെട്ടിടിഞ്ഞു, അവരുടെ മുമ്പിൽ നിന്ന് ആ മറ മാറിപ്പോയി. കണ്ണിന് മുമ്പിൽ ദുഷ്ടൻ കെട്ടിയ മറ ഇന്ന് മാറട്ടെ, യേശുവിനെ വേണ്ടുമെണ്ണം അറിയട്ടെ. സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുക്കലേക്ക് 100 കണക്കിന് ആളുകൾ വരുന്ന ഒരു രംഗം ലൂക്കോസ് 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 12-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കട്ടെ. അതിനിടെ പുരുഷാരൻ തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം 1000 തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത്, പരീശന്മാരുടെ പുളിച്ചമാവും കപടഭക്തിയും സൂക്ഷിച്ചുകൊള്ളുകയും. അടുത്ത വാക്ക്, 2-ാം വാക്യം, മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല.
സ്തോത്രം. ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്ത് കേൾക്കും, അറയിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? യേശുവിൻ്റെ അടുക്കലേക്ക് ആളുകൾ വരാൻ തുടങ്ങുക. വിലക്കുണ്ട്, യഹൂദ മതത്തിന് വിലക്കുണ്ട്. യേശുവിൻ്റെ അടുക്കൽ പോകരുത്, യേശുവിൻ്റെ പ്രഭാഷണം കേൾക്കരുത്, യേശുവിനെ കാണരുത്, യേശുവിനെ തുടരരുത്, യേശുവിൻ്റെ വീട്ടിൽ വരരുത് എന്ന് യഹൂദൻ്റെ ഉന്നതന്മാർ, മതമേലധ്യക്ഷന്മാർ വിലക്കിയിട്ടുണ്ട്. പക്ഷേ വിലക്കുകളെ ഭേദിച്ച് സാധാരണക്കാരായിരിക്കുന്ന മുക്കുവ ഗ്രാമങ്ങളിലെ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ ആയിരമായി തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം യേശുവിൻ്റെ അടുക്കൽ തടിച്ചുകൂടിയപ്പോൾ യേശുവിൻ്റെ ഹൃദയം നിറഞ്ഞിട്ട് ശിഷ്യന്മാരോട് പറയുക, ഇനി ഗൂഢമായത് മറഞ്ഞിരിക്കില്ല, ഇനി മറച്ചു വെച്ചതൊന്നും മറഞ്ഞിരിക്കില്ല, സ്തോത്രം. മൂടി വെച്ചതൊന്നും മൂടി വെക്കാൻ കഴിയില്ല, ഇരുട്ടത്ത് പറഞ്ഞത് വെളിച്ചത്ത് വരാതിരിക്കില്ല, അറയിൽ വെച്ച് തന്ത്രങ്ങൾ ഒരുക്കിയത് എന്താ കാര്യം? ആ പറഞ്ഞതിന് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? എടാ, നീ യേശുവിൻ്റെ മുമ്പിൽ വന്നാൽ നിനക്കെതിരെ അറയിൽ വെച്ച് ഗൂഢാലോചന നടത്തിയത്, നിനക്കെതിരെ സ്തോത്രം തന്ത്രങ്ങൾ മെനഞ്ഞത്, നിനക്കെതിരെ മൂടി വെച്ചത്, സ്തോത്രം ഹല്ലേലൂയ, നിനക്കെതിരെ ഗൂഢമായി ചമച്ചത്, സ്തോത്രം ഇരുട്ടത്ത് പറഞ്ഞത്, യേശുവിൻ്റെ മുമ്പിലേക്ക് നീ വന്നാൽ, യേശുവിൻ്റെ മുമ്പിലേക്ക് നീ നിൻ്റെ കുടുംബവും വന്നാൽ, നിനക്കെതിരെ മൂടി വെച്ചതും നിനക്കെതിരെ ഗൂഢമായതും നിനക്കെതിരെ അറയിൽ പറഞ്ഞതും നിനക്കെതിരെ ഇരുട്ടത്ത് ചെയ്തതും ഇതൊന്നും പുറത്തു വരാതിരിക്കില്ല. ആഭിചാരമോ ക്ഷുദ്രമോ തന്ത്രപരമായ നീക്കങ്ങളോ ആരും അറിയാതെ ചെയ്ത ചാരപ്പണികളോ നിന്റെ വീട്ടിലെ സമാധാനം കെടുത്താൻ വേണ്ടി ആരും പുറത്തു വരാതെ ആരും അറിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞ് ചെയ്ത സകല മെസ്സേജുകളും യേശു പറയുന്നു പുറത്തു വരും. മറ കീറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. 12:2 വാക്യം ഞാൻ നിങ്ങളുടെ മേൽ എഴുതുകയാണ്, ചില കുടുംബങ്ങളുടെ മേൽ എഴുതുകയാണ്. എന്താ പാസ്റ്ററേ, എന്താ തടസ്സം, എന്തോ പറ്റി, എവിടെയാണ് പ്രശ്നം എന്നറിയാൻ വയ്യാതെ മറഞ്ഞിരിക്കുന്നത്. ആരുടെ മുമ്പിലേക്ക് ചെന്നാലും വെളിപ്പെടില്ല, കോടതിയിൽ കേസ് കൊടുത്താൽ തെളിയില്ല, ഊഹം വെച്ച് വിധിക്കത്തുള്ളൂ, സാക്ഷികൾ പറയുന്നതനുസരിച്ച് വിധിക്കത്തുള്ളൂ. എന്നാൽ ഇന്ന് സാക്ഷി വിസ്താരമില്ലാതെ വിധി പറഞ്ഞ് മറകീറി ഗൂഢമായതിനെ പൊളിച്ച് വെളിച്ചത്ത് കൊണ്ടുവരുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറഞ്ഞു നിർത്തുന്നു. ലൂക്കോസ് 12:2 മറഞ്ഞത്, ഗൂഢമായിരുന്നത്, മൂടിവെച്ചത്, ഇരുട്ടത്ത് ചെയ്തത് മുഴുവൻ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ മുമ്പിലേക്ക് വാ, വെളിച്ചത്തിലേക്ക് വാ, സ്വർഗമത് ചെയ്യും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, സമാധാനത്തിനുള്ളത് മൂടിവെച്ച് മറച്ചു വെച്ച് ഗൂഢാലോചന നടത്തി ഇരുട്ടത്ത് വെച്ച് തന്ത്രം മെനഞ്ഞ് സ്വസ്ഥത കെടുത്തിയ ചില വിഷയങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവ് കീറിക്കളഞ്ഞ് മറ പൊട്ടിച്ച് ഗൂഢാലോചനകളെ തകർത്ത് എൻ്റെ ജനത്തെ രക്ഷിക്കണേ. പാവപ്പെട്ട ദൈവമക്കളെ രക്ഷിക്കണേ അപ്പാ. കർത്താവ് ഇവർക്ക് മറഞ്ഞിരിക്കരുതേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ പിതാവേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങല്ലാതൊരു ദൈവമില്ല, അങ്ങെപ്പോ